ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനം വിശുദ്ധ ലൂക്കോസ് അബ്രോനോ എഴുതപ്പെട്ട കർത്താവിന്റെ രക്ഷാസുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം തിരുവചനം. അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട്: ശിഷ്യന്മാർ കർത്താവിനോട്, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് കർത്താവ് അവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് കടുകുമണി പോലെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നിട്ട് ഈ തൂത്ത വൃക്ഷം വേരോടെ പിഴുത് കടലിൽ നടപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്: നിന്റെ വിശ്വാസം എത്ര ചെറുതാണെങ്കിലും ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ്. വിശ്വസ്തമായ ആത്മാർത്ഥതയുള്ള ഒരു ഹൃദയത്തിന് ഉടമയാണ് നീ എങ്കിൽ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ വിശ്വാസം ചെറിയ അളവാണെങ്കിൽ പോലും നിനക്ക് അസാധ്യമായതിനെ സാധ്യമാക്കാനായിട്ട് സാധിക്കും. കർത്താവ് പറയാണ്, നിന്റെ വിശ്വാസം കടുകുമണിയോളം ഉണ്ടെങ്കിൽ പോലും ഈ തൂത്തവർഷത്തോട് ഇവിടെ നിന്ന് വേരോടെ എടുക്കപ്പെട്ട് കടലിൽ നടപ്പെടാൻ പറഞ്ഞാൽ അത് സാധ്യമായി തീരും. ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 7-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. മനുഷ്യൻ ഭാഗ്യഭാഗത്തിൽ നോക്കുമ്പോൾ ഇതാ ദൈവം ഓരോ വ്യക്തിയുടെ ഹൃദയത്തെ നിരീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ദൈവം ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി മാറാം. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഒരു നിഷ്കളങ്കമായ, ആത്മാർത്ഥതയുള്ള, വിശ്വസ്തമായ ഹൃദയത്തിന് ഉടമകളായി നമുക്ക് മാറാം. സെരൂഗിലെ മോർ യാക്കോബ് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്: വിശ്വാസത്തിന്റെ വേരുകൾ വാക്കിൽ മാത്രമല്ല, അതിന്റെ ഫലങ്ങൾ ജീവിതത്തിലും പ്രതിഫലിക്കണം എന്നാണ് പറയുക. വിശ്വാസത്തിന്റെ വേര് വാക്കിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, നേരെ മറിച്ച് വിശ്വാസത്തിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരിക്കണം. വീണ്ടും പരിശുദ്ധനായ അന്ത്യോക്യയിലെ മോർ സേവേറിയോസ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയമാണ്, സമ്പൂർണമായ സമർപ്പണമാണ്. എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഒരു വിശ്വസ്തമായ ഹൃദയത്തിന് ഉടമകളായി നമുക്ക് മാറാം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം: കർത്താവെ, എൻ്റെ വിശ്വാസം വാക്കുകളിൽ മാത്രമല്ല, നേരെ മറിച്ച് അതിൻ്റെ ഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ അത് പ്രകടമായി അനേകർക്ക് അനുഭവമായി തീരുവാൻ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.